ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫേസ് ടു ടെക് യൂട്യൂബ് ചാനൽ. സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ് ടു ടെക്കിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ സന്തോഷമാണ്. നമ്മൾ 1K അടിച്ച് നമ്മുടെ കുറേ നാളത്തെ നമ്മുടെ വീഡിയോകളിന് ശേഷം നമുക്ക് 1K അടിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി നമുക്ക് 1K ഒക്കെ അടിച്ചപ്പോൾ. അതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറൊക്കെ മേടിച്ചിട്ടുണ്ടതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ലാമ്പ് നമ്മുടെ പേപ്പർ ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഈ കത്തിച്ച് കളയുന്ന പേപ്പർ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ നനവൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് പേപ്പർ ഗ്ലാസ് വെച്ചൊരു ലാമ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോ. വളരെ ചിലവ് കുറവാണ്. 20 രൂപ മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനുള്ള ചിലവ്. കുറച്ച് ഫെവിക്വിക്കും അങ്ങനെയുള്ള മറ്റു സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്കിന് വേണ്ടി ഇവിടെ ഒരു 12 ഗ്ലാസ്സോളം വേണം. ഇപ്പം ഫസ്റ്റ് നമുക്കിപ്പം ഒരു ഗ്ലാസ് എടുക്കണം. എന്നിട്ട് ഇപ്പം ഇതിൻ്റെ കറക്റ്റ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് സർക്കിളായിട്ട് നോക്കി സർക്കംഫറൻസ് രീതിയിൽ എടുക്കുന്ന രീതിയിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് അളന്നെടുക്കണം. അപ്പം ഇവിടെ നമുക്കിപ്പം ഏകദേശം 22.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഇത് സർക്കംഫറൻസ് കിട്ടുന്നത്. അപ്പം ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഏകദേശം നമുക്ക് കറക്റ്റ് 4.3 കിട്ടുന്നത്. അപ്പം അത് വെച്ച് അളക്കണം. ഫസ്റ്റ് നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നിലയിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഇതേപോലെ തന്നെ ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനൊക്കെ തന്നെ 4.3 സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് 5 പ്രാവശ്യം ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം ഇതിനകത്ത്. അപ്പോൾ നമ്മളിതിനകത്ത് 5 പോയിൻ്റ് രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 4.3 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങളെടുക്കുന്ന ക്ലാസ്സിൻ്റെ അളവനുസരിച്ച് വേണം ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ. അപ്പം ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിനി 1 സെൻറ്റിമീറ്റർ താഴോട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇനി 1 സെൻറ്റിമീറ്റർ താഴോട്ട്. അപ്പോൾ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ അടുത്തേലും വരച്ചെടുത്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് 5 ലൈനിങ്ങിലും ചെയ്യാം. ഇനി അപ്പോൾ നമുക്കിനി താഴോട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത സ്ഥലം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ആ കറക്റ്റ് 1 സെൻറ്റിമീറ്റർ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഒരു എളുപ്പമെന്ന് വെച്ചാൽ സിസേഴ്സിലും കൂടെ ആ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അളവെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത്. അപ്പോൾ നമ്മൾ 5 പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ പുറത്തോട്ട് എടുത്തിങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പം ആദ്യം ഒന്ന് 5 സൈഡും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 5 സൈഡ് നമുക്ക് നല്ല രീതിയിൽ ഫോൾഡായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ഉറപ്പിന് വേണ്ടി ഇതൊന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ഇതാക്കി കൊടുക്കാം. ഒന്ന് നല്ലോണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ഒരു 12 കപ്പ് നമുക്ക് ആവശ്യമാണ് ഇനി ചെയ്യാൻ. 12 കപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത 2 ഗ്ലാസ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇനി ഒട്ടിക്കാൻ നമ്മളിവിടെ ഒരു ഫെവിക്വിക്ക് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ഫെവിക്വിക്കിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഇത് 2 എണ്ണം നമ്മിങ്ങനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് നമുക്ക് കൂടെ ഇത്തിരി ഫെവിക്വിക്ക് ഒഴിച്ച് കൊടുക്കാം.
അപ്പം ഇത് തമ്മിലിങ്ങനെ ജോയിൻ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഓക്കെ, ആവശ്യമുള്ള രീതിയിൽ ഇതിനകത്ത് ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇനി ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അടുത്ത പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഇതും ഈ പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒട്ടിക്കുന്ന കാണിക്കുന്നത്. അപ്പം ഇത് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പീസ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാ ഒട്ടിച്ച് കണക്ക് 4-5 പീസ് ഇങ്ങനെ ഒട്ടിച്ച്. അപ്പോൾ നമ്മളിനി ലാസ്റ്റത്തെ കപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് അതിനകത്ത് നോക്കാം ബൾബിൻ്റെ ഇതിറക്കി വെക്കാം. അപ്പം ഒരു കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇടയിൽ കൂടെ നമുക്ക് ചരിച്ച് വെച്ചേക്കാം. പിന്നെ ലാസ്റ്റത്തെ കപ്പ് ഇപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുന്നില്ല, അതൊരു സെലോ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബൾബ് നമുക്ക് മാറ്റണമെങ്കിൽ സെലോ ടേപ്പ് തന്നെ വെച്ച് ഫിക്സ് ചെയ്യാം അവിടെ. അപ്പം ഒരു സൈഡ് നമ്മൾ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കി വരുന്ന 4 സൈഡും സെലോ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ.